നമസ്കാരം. പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി പ്രതിപക്ഷത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി രംഗത്ത് വന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പരാജയം ചില പാർട്ടികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്നും പാർലമെന്റ് കരയാനുള്ള സ്ഥലമായി മാറരുതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന് എങ്ങനെ പ്രകടനം നടത്തണമെന്ന് ചില നുറുങ്ങുകൾ തരാൻ താൻ തയ്യാറാണ്. എന്നാൽ ശീതകാല സമ്മേളനത്തിൽ ഇരു സഭകളുടെയും പ്രവർത്തനത്തെ അവർ തടസ്സപ്പെടുത്തരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പിലെ വൻ പോളിംഗും സ്ത്രീകളുടെ പങ്കാളിത്തവും വലിയ പ്രതീക്ഷയും വിശ്വാസവുമാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലോകം മുഴുവൻ ഇതിനെ വളരെ ആകാംക്ഷയോടെയാണ് വീക്ഷിക്കുന്നത്. ജനാധിപത്യത്തിന് മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് ഭാരതം തെളിയിച്ചു. രാജ്യം ഏതു ദിശയിലേക്കാണ് പോകുന്നതെന്ന് പാർലമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷവും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. അവർ പ്രധാന വിഷയങ്ങൾ ഉന്നയിക്കണം. പരാജയത്തിന്റെ നിരാശയിൽ നിന്ന് അവർ പുറത്തു വരണം. നിർഭാഗ്യവശാൽ ചില പാർട്ടികൾക്ക് പരാജയം സഹിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ തകർച്ചയുടെയോ അഭിമാനക്ഷതത്തിന്റെയോ സ്ഥലമാക്കി പാർലമെന്റ് മാറ്റരുതേ എന്ന് കോൺഗ്രസിനെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പാർട്ടി വ്യത്യാസമില്ലാതെ യുവ എംപിമാർക്ക് പാർലമെന്റിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അവസരം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. നാടകം ചെയ്യാൻ വേറെ ധാരാളം സ്ഥലങ്ങളുണ്ട്. അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ ഇടങ്ങളിൽ പോയി ചെയ്യണം. ഇവിടെ നാടകം ഒഴിവാക്കണം. വിഷയങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറാകണം. നിഷേധാത്മകത ഒരു പരിധിക്കുള്ളിൽ സൂക്ഷിക്കണമെന്നും രാഷ്ട്ര നിർമ്മാണത്തിനുള്ള ശ്രദ്ധ നൽകണമെന്നും പ്രധാനമന്ത്രി പ്രതിപക്ഷത്തോട് പറഞ്ഞു. ചില സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് അവരുടെ ഭരണത്തിന് ശേഷം വലിയ ഭരണവിരുദ്ധ വികാരമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ജനങ്ങൾക്കിടയിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതുകൊണ്ടാണ് എല്ലാ കോപവും പാർലമെന്റിലേക്ക് കൊണ്ടുവരുന്നത്. ചില പാർട്ടികൾ പാർലമെന്റ് ഉപയോഗിക്കുന്നത് ഒരു പുതിയ രീതിയിലാണ്. അത് രാജ്യത്തെ നിയമങ്ങളെ പാസാക്കാൻ കഴിയാതെ തടസ്സം നിൽക്കുന്ന ഒരു രീതിയാണ്. അത്തരം തന്ത്രങ്ങൾ ഇനി വിലപ്പോകില്ലെന്നും പ്രതിപക്ഷം അത് മനസ്സിലാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രകടനം നടത്താൻ അറിയില്ലെങ്കിൽ എങ്ങനെ പ്രകടനം നടത്തണമെന്ന് ചില നുറുങ്ങുകൾ തരാൻ താൻ തയ്യാറാണ്. എന്നാൽ എംപിമാരെ സ്വയം പ്രകടിപ്പിക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ നിരാശയ്ക്കും പരാജയത്തിനും എംപിമാരെ ബലി കഴിക്കരുത് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്ന് ആരംഭിച്ച ശൈത്യകാല സമ്മേളനം ഡിസംബർ 19 അവസാനിക്കും. 15 സിറ്റിങ്ങുകളായിരിക്കും ഉണ്ടായിരിക്കുക. 13 ബില്ലുകൾ അവതരിപ്പിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണ വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്താനാണ് പ്രതിപക്ഷം ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. SIRഉം വായു മലിനീകരണവും വലിയ പ്രശ്നങ്ങളാണെന്ന് കോൺഗ്രസ് എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക വാദ്ര പറഞ്ഞു. എന്നാൽ SIRുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ വലിയ ഗൂഢാലോചനകളാണ് നടത്തിവരുന്നത്. രാജ്യമെമ്പാടും ഇവർ നടത്തിവരുന്ന ഗൂഢാലോചനയെക്കുറിച്ചും അവരുടെ പിന്നാമ്പുറ കഥകളെക്കുറിച്ചും അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർ പല ആൾക്കാരെയും ഇവരുടെ ഈ പ്രതിഷേധങ്ങളുടെ ഗൂഢാലോചനയുടെ ഭാഗമാക്കിയൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അത് തികച്ചും ആശാസ്യകരമായ ഒരു കാര്യമല്ല. കാരണം അത്തരം ആൾക്കാർ വരുന്നത് ഭീകരവാദികൾക്കിടയിൽ നിന്നാണ്, മാവോയിസ്റ്റുകൾക്കിടയിൽ നിന്നാണ്, ഇടത് ഭീകരവാദികൾക്ക് ഇടയിൽ നിന്നാണ്. അപ്പൊ ഇത്തരം ആൾക്കാരെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഇവർ SIRനെതിരെയുള്ള ഗൂഢാലോചനയൊക്കെ നടത്തി വരുന്നത്. പശ്ചിമബംഗാളില് നിരവധി പേരാണ് SIR നടപ്പിലാക്കും എന്നറിഞ്ഞതോടുകൂടി തന്നെ പശ്ചിമബംഗാളിൽ നിന്ന് ഒഴിഞ്ഞു പോയത്. ഇത്തരം ആൾക്കാരെ തന്നെ ഇത്തരം ബംഗ്ലാദേശികളായ ആൾക്കാരെല്ലാം തന്നെ തുച്ഛമായ പൈസ കൈക്കൂലിയൊക്കെ കൊടുത്തുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയവരാണ്. ഇത്തരം നുഴഞ്ഞു കയറ്റക്കാരെ മുൻനിർത്തിയാണ് മമത ഭരണം നടത്തിയിരുന്നത്. ഇന്ത്യ മുന്നണിയുടെ അഭിവാജ്യ ഘടകമായ മമതയ്ക്കും കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഈ കാര്യത്തിൽ ഒരേ നാവാണ്. രാജ്യത്ത് ഭീകരവാദികളെയും വിഘടനവാദികളെയും മാവോയിസ്റ്റുകളെയും ഇളക്കി വിട്ടുകൊണ്ട് ആണ് ഇപ്പോൾ അവർ SIRനെതിരെ സമരം നടത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ഇട്ടിരിക്കുന്നത്. SIR നടപ്പിലാക്കുന്നതോടുകൂടി ഇത്തരം ഭീകരവാദികൾ എല്ലാം തന്നെ ഭാരതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട ഒരവസ്ഥയാണ്. രാജ്യത്ത് വോട്ടവകാശം പൗരന്മാർക്ക് മാത്രം അവകാശമുള്ള ഒരു മേഖലയാണ്. അത്തരം മേഖലകളിലേക്ക് നുഴഞ്ഞുകയറ്റക്കാര് ഭീകരവാദികൾ കടന്നു വരുന്നത് രാജ്യത്തിൻ്റെ നേതൃത്വത്തെ നിശ്ചയിക്കുന്നതിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അത് രാജ്യത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് മാറിയായിരിക്കും രാജ്യത്തിൻ്റെ ദിശാബോധം, രാജ്യം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് അതിൽ നിന്നും മാറി സഞ്ചരിക്കേണ്ട ഒരു ഇടയുണ്ടാക്കും. അപ്പോൾ അത്തരം ഭീകരവാദികളോട് ഒപ്പം ചേർന്നുകൊണ്ട് SIR നടപ്പിലാക്കുന്നതിനെ അട്ടിമറിക്കാനുള്ളൊരു ശ്രമമാണ് പലപ്പോഴും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായതായി കാണുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പല ഭാഗത്തും കടന്നു വരുന്നത്. ഇത് ഒട്ടും ആശാസ്യകരമായ കാര്യമല്ല. അതോടൊപ്പം തന്നെ പാർലമെന്റിനെ വളരെ
കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചുകൊണ്ട് ഈ ശീതകാല സമ്മേളനം വളരെ നല്ല രീതിയിൽ നടക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും അത്തരമൊരു കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അപ്പോൾ SIR മായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനിയെങ്കിലും കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കുമെന്നതാണ് പൊതുവിൽ പല ഇടങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു കേൾക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.